ഒടിയാത്തതിനെ വളച്ചിട്ടിട്ട് ഒടിയുന്നതിനെ എടുത്തുകൊണ്ടങ്ങ് പോകും. എന്ന് വെച്ചാൽ പിഞ്ചാണ് അവർക്ക് വേണ്ടിയത്. അപ്പം മൂത്തത് കിടക്കുന്നതിനെല്ലാം വളച്ചും ഞെരിച്ചും ഒടിച്ചും പിരിച്ചും. ഒരു ഒടി ഒടിച്ചാൽ പോരാ, അതിന് 9 ഒടി ഒടിച്ച് അവിടെ അങ്ങ് ഇടും. എന്നിട്ട് ഒടിയുന്നതിനെ നല്ലതിനെ മാത്രം പെറുക്കിയെടുക്കും. ഞാൻ അത് ചെയ്തിട്ട് മാറിയതിന് ശേഷം വേറൊരാളും വരും, അവരും ഇതുപോലെ തപ്പും. അങ്ങനെ ഒരു 10-50 കയ്യോളം ആ കൂടയ്ക്കകത്ത് വീഴും. ഇതാരും എടുക്കാതെ ഒരു കൂട്ടം പച്ചക്കറി അതിനകത്ത് കിടക്കും. ഈ 50 കൈ തൊട്ടിട്ടും ആർക്കും തൃപ്തിയാകാത്ത ഒരു കൂട്ടം പച്ചക്കറി അതിനകത്ത് കിടപ്പുണ്ട്. ഇതെല്ലാം കഴിയുമ്പം അത് വാങ്ങാൻ ഒരുവൻ വരും. ഹല്ലേലൂയ. കാരണം അതെന്തിനാ വരുന്നത്? ആദ്യത്തെ വിലയല്ലായിരിക്കും ഈ തിരഞ്ഞെടുത്ത സാധനത്തിന്. വൈകിട്ടാകുമ്പം കൂടെ കാലിയാകാൻ വേണ്ടി പറയും, കുഴപ്പമില്ല, ഉള്ളതുപോലെ തന്നാൽ മതി, എടുത്ത് നോക്കോളാൻ പറയും. അവൻ്റെ കൊക്കിനൊതുങ്ങുന്നതും അതേ കാണുകയുള്ളൂ. അതെല്ലാം വാരിക്കൊണ്ട് പോകും. കഴിഞ്ഞ ദിനം കർത്താവ് കാണിച്ചതുപോലെ ഒരുപാട് പേരെ ആമേൻ സ്തോത്രം മനുഷ്യൻ തിരഞ്ഞെടുക്കുക. ഓ, ഇവനോ അവൻ കൊള്ളത്തില്ല, ഇവനോ അവൻ കൊള്ളത്തില്ല. അങ്ങനെ ഒരുപാട് പേര് ആമേൻ തിരഞ്ഞെടുത്തിട്ട് മനുഷ്യന് തൃപ്തിയാകാതെ തഴഞ്ഞിട്ട കുറേ പേരെയാണ് കർത്താവ് നമുക്ക് തരാൻ പോകുന്നത്. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവനെ കൊണ്ട് ലായ്ക്കില്ല, ഇവൻ ഒന്നിനും കൊള്ളത്തില്ല. ഇവനെ കൊണ്ടുവന്നാൽ അത് കുടുംബം അന്നേരം മകനെ വിളിക്കുമ്പം അപ്പനെ നോക്കും, അപ്പനെ നോക്കും, വിളിക്കുമ്പോൾ അമ്മയെ നോക്കും. അങ്ങനെ അവരുടെ കുടുംബത്തെ മൊത്തം ആരാഞ്ഞിട്ട് തള്ളിയിട്ട ഒരു കൂട്ടം ഈ പച്ചക്കറി കൂടയ്ക്കകത്ത് കിടക്കുന്നത് പോലെ രാവിലെ മുതൽ വൈകിട്ട് വരെ വെയിലടിച്ച് മനുഷ്യൻ്റെ കൈകളാൽ ആമേൻ സ്തോത്രം വേദന സഹിച്ച് ഞെരടി അതിനെ ഒതുക്കിയിട്ടതിനെ വാങ്ങാൻ ഒരുവൻ വരുന്നത് പോലെ നാളുകളിൽ ഒതുക്കിയിട്ടവനെ തെരഞ്ഞെടുപ്പാൻ എൻ്റെ ദൈവം മതിയായിരിക്കാൻ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ.